ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മസ്ജിദ് തകർത്തപ്പോൾ SDP യോഗമല്ലേ ശക്തമായ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് റഹീമുണ്ട്. ഈ ലീഗുകാരെ ആരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പറാക്കിയ ആരാണ്? നമ്മൾ 12ഓളം വോട്ട് ഈഴവൻ്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട്ടുണ്ട്. തിരക്കട്ടുക. ഈ ലീഗ് ഒറ്റ വോട്ട് കൊടുത്തോ? മറ്റു പലരും കൊടുത്തു. നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ. നമ്മുടെ ജാതിയിലെ ആളില്ലാഞ്ഞിട്ടാണോ? ആ റഹീമിനെ സിൻഡിക്കേറ്റ് ആക്കില്ലേ? നമുക്ക് മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വോട്ട് വേറെ നമ്മുടെ സമുദായത്തിൽ കൊടുത്ത് സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാക്കാമായിരുന്നല്ലോ. വേണ്ട, റഹീം ഇവിടെ നിങ്ങൾ നാട്ടിൽ അടുത്ത ആരാണ്? 10-30 കൊല്ലമായിട്ട് റഹീം അസോസിയേറ്റാണ്. അദ്ദേഹം ആരാണ്? MESന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ ജില്ല. നമ്മൾ ആരും മാറ്റിയിട്ടില്ലല്ലോ. ഇന്നും അനുസൂചന തുടങ്ങുകയല്ലേ. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവര് എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചല്ലേ. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വേളാപ്പള്ളി വരണം, ഞങ്ങളുടെ കൂടെ തെറ്റ് തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പം ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ ഇല്ലേ. ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായൊരു അനുഭവമാണ് കിട്ടിയത്. പക്ഷെ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിമുള്ളൂ. ഒരു ചാനൽ പറയുന്നത് 76. ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. എന്ത് കള്ളത്തരമാണ് പറയുന്നറിയാവോ ചാനൽ? കാരണം പരസ്യം കിട്ടാൻ വേണ്ടിയുണ്ട്. ആയിക്കോട്ടെ, അതിന് ഞാൻ ഈ പാമ്പിട്ട് ഈ സമുദായത്തെ നശിപ്പിച്ചിട്ട് വേണം. 56% നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ അങ്ങാടിപ്പുറം, തിരുവണ്ണാമല, തവന്നൂർ, നിലമ്പൂർ, തിരുനാവായ, ഇങ്ങനെ ഏതാണ്ട് 5ഓളം 4 മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. നിലമ്പൂർ മാത്രമാണ് സമാസമം. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തർ. ചാനലും അങ്ങനെ പറയല്ലേ 76% ഉണ്ടെന്ന്. പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്. ഇപ്പം ഇവിടെ എങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈ സമുദായവും പിന്നോക്ക സമുദായത്തെയും കൊണ്ടു നടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടു നടന്നു ഞങ്ങൾ. എത്രയോ ലക്ഷം രൂപ പാർലമെന്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത്. എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി? ഇവരല്ലേ? ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠമല്ലേ? ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുവോ? അവരെല്ലാം തകർത്തുകയും കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ?